വെട്ടിപ്പൊടി ഇതാരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. തീപാറുന്ന മത്സരത്തിന് പുന്നമടക്കായൽ അരങ്ങ് തകർക്കുകയാണ്. പുന്നമടക്കായലിന് തീപിടിച്ചിരിക്കുന്നു. ആരവം മുഴങ്ങുകയാണ്. ആർപ്പുവിളികൾ ഉയരുകയാണ്. ഒന്നാം ട്രക്കിൽ മേപ്പാടം പള്ളാത്തുരുത്തി ബോർക്ലബിന്റെ മേപ്പാടം ഒന്നാം ട്രക്കിൽ, രണ്ടാം ട്രക്കിൽ UBC കൈനഗിരി FC-യുടെ വീയപുരം, രണ്ടാം ട്രക്കിൽ, മൂന്നാം ട്രക്കിൽ ആരോമ ബോക്ലബിന്റെ ആരോമ മൂന്നാം ട്രക്കിൽ, നാലാം ട്രക്കിൽ നടുഭാഗം BBC പുന്നമടയുടെ നടുഭാഗം. അങ്ങനെ മേപ്പാടം, വീയപുരം, ആരോമ നടുഭാഗം. അങ്ങനെ തീവാറുന്ന മത്സരം, അങ്ങനെ അടനയമ്പുകൾ, അങ്ങനെ വെള്ളത്തിൽ കുത്തിയെറിഞ്ഞുകൊണ്ട് ഉജ്ജ്വലമായ പോരാട്ടത്തിന് തുടക്കം കുറിക്കുന്നു. മേപ്പാടം, വീയപുരം, ആരോമ നടുഭാഗം. ആരാണ് മുന്നിൽ, ആരാണ് പിറകിൽ പറയുവാൻ നിർവാഹമില്ല. എന്തൊരു പോരാട്ടമാണ്! ഇഞ്ചോടിഞ്ച് പോരാട്ടം. കട്ടയ്ക്ക് കേറിവാളാവക്കളി വെള്ളത്തുള്ളികൾ അഭ്രപാളികൾ പോലെ ചിഹ്നിച്ചു തെറിച്ചുകൊണ്ട് അങ്ങനെ കടന്നു വരുന്നു. അങ്ങനെ പള്ളാത്തുരുത്തിയ ബോർഡബിന്റെ മേപ്പാടം, വീയപുരം, ആരോമ നടുഭാഗം, 4 ജലചക്രവർത്തിമാർ അങ്ങനെ കടന്നു വരുന്നു. ആരാണ് മുന്നിൽ പറയുവാൻ നിർഗമില്ല. എന്തൊരു പോരാട്ടം, എന്തൊരു വീരാണ്, എന്തൊരു വാശിയാണ്! ഇതാണ് മത്സരം, ഇതാണ് മാമാങ്കം. അങ്ങനെ പുന്നമടക്കായലിന് തീ പിടിച്ചിരിക്കുകയാണ്. ഇരു കടകളിലും ആവേശത്തിന്റെ ആർപ്പ് വിളികളുടെ ആരവം മുഴങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇതാണ് ആവേശം, ഇതാണ് ഫൈനൽ പോരാട്ടത്തിന്റെ കരുത്ത്. തുഴയെറിഞ്ഞ് ഒരു മനസ്സോടുകൂടി ആ ചുണ്ടൻ വെള്ളത്തിന്റെ അമരത്ത് മുതൽ തുഞ്ചത്ത് വരെ ഒരുമിച്ച് നിന്ന് തുഴയെറിയുന്ന ആ തുഴക്കാരുടെ കരുത്ത് കണ്ടോ? ആ വെള്ളത്തുള്ളികൾ ചിന്നി തെറിക്കുന്നത് കണ്ടോ? ആ തെറിക്കുന്ന വെള്ളത്തുള്ളികൾക്കൊപ്പം കുതിക്കുന്ന ആ 4 ചുണ്ടൻ വെള്ളങ്ങളെ കണ്ടോ? ആ ചുണ്ടൻ വെള്ളങ്ങളുടെ കരുത്താണ് ജനമാനത്തിന്റെ ഈ ഓണപ്പറപ്പിലെ ഒളിമ്പിക്സിന്റെ സൗന്ദര്യം. ഒരു നൂലിൽ കെട്ടിയ പോലെ ഒരുമിച്ച് ഒരേ താളത്തിൽ കുതിക്കുന്ന നാമദ്വീപുകൾ. മേൽപ്പാടമോ, വീയപുരമോ, ആരോമയോ, നടുഭാഗമോ, ആരാണെന്ന് ആകാശദൃശ്യത്തിൽ പോലും പറയുക പ്രയാസമാണ്. നേരിയൊരു എഡ്ജുണ്ടായിരുന്നു ആദ്യം നടുഭാഗത്തിന്, അത് മറികടന്ന് മുന്നേറാൻ ശ്രമിക്കുന്നു. ഇപ്പോൾ ആരോമയും വീയപുരവും മേൽപ്പാടവും ഒപ്പത്തിനൊപ്പമുള്ള മുന്നേറ്റമാണ്. ഒപ്പത്തിനൊപ്പം ചിറമുറി അടയ്ക്കുമ്പോൾ ആരായിരിക്കും മുന്നിൽ, ആരായിരിക്കും മുന്നിലേക്കെത്തുക, ആരായിരിക്കും മുന്നിലെത്തുക? BBC പുന്നമടയുടെ സ്വന്തം നടുഭാഗമോ, ആരോമ ക്ലബിന്റെ ആരോമ ചുണ്ടനോ, അതോ വീയപുരമോ? കഴിഞ്ഞ തവണത്തെ കിരീടം നേടിയ വീയപുരം വീണ്ടും ആ വെള്ളിക്കപ്പ് സ്വന്തം വഞ്ചിയുടെ തട്ടിലേക്ക്, മടിത്തട്ടിലേക്ക് ഏറ്റെടുക്കുമോ? നടുഭാഗം ചുണ്ടൻ കുതിച്ചു കയറുന്നു. ആ ചിറമുറി കഴിയുമ്പോൾ PBCയുടെ പുന്നമടയുടെ നടുഭാഗത്തിന്റെ കുതിപ്പ്. അതെ, നടുഭാഗത്തിന്റെ കുടുപ്പിലാ കാണുകയാണ്. ഇഞ്ചോടിഞ്ഞു പോരാട്ടം. അത് നടുഭാഗം, 4ആം ട്രാക്കിലൂടെ കടന്നു വരുന്ന നടുഭാഗം എന്ന് മുന്നേറുന്ന കാഴ്ച. തൊട്ടു പിന്നിലായി അരോമയുണ്ട്, വീയപുരമുണ്ട്, മേപ്പാടമുണ്ട്. ഇഞ്ചോടിഞ്ഞു പോരാട്ടം. എന്തൊരു വീറാണ്, എന്തൊരു വാശിയാണ്! 72ാമത് നെഹ്റു ട്രോഫി മുത്തമിടുവാൻ അങ്ങനെ കരുത്തു പകരുന്ന 4 ജലചക്രവർത്തിമാരുടെ തേരോട്ടത്തിനിതാ പുന്നമടക്കായൽ സാക്ഷ്യം വഹിക്കുകയാണ്. ആർപ്പ് വിളികളുടെ ആരവത്തിന്റെ അങ്ങനെ ആരവം മുഴങ്ങുന്ന കാഴ്ച. ആവേശഭരിതമായി കാണികൾ ആവേശ തിമിർപ്പിലാണ്. അയ്യടാ പോയടാ എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യമേപ്പാടം, വീയപുരം, ആരോമ നടുഭാഗം അങ്ങനെ പോരാട്ടം കനക്കുന്നു. മുന്നേറുന്ന 4 സംഘങ്ങൾ, ഒന്നൊന്നായി മുന്നേറുന്ന 4 സംഘങ്ങൾ. മേൽപ്പാട, കേറിവ, വീയപുരമേ, കരുത്തുകാട്ട്, ആരോമേ, നടുഭാഗമേ, നേതൃത്വമുണ്ട്. ഇതാ പുന്നമടയെ കീഴ്മുറിച്ചുകൊണ്ട് ഒപ്പത്തിനൊപ്പം ആരാണ് ഒന്നാം 4? ആരാണത്? BBC പുന്നമടയുടെ നടുഭാഗമോ അതോ മേൽപ്പാടമോ? മേൽപ്പാടമോ നടുഭാഗമോ അതോ ആരോമയോ? ഒന്നും പറയാൻ കഴിയുന്നില്ല. ഉത്തരം കിട്ടാത്ത ഉത്തരം. അരോമയുടെ സുഗന്ധമാണോ? അരോമയുടെ സുഗന്ധം. അരോമ ഉറപ്പിച്ച് പറയാൻ കഴിയുന്നില്ല എങ്കിൽ പോലും അരോമയുടെ മികവാണ് എന്ന് തോന്നുന്നു. അരോമ ഫോട്ടോ ഫിനിഷിൽ, റീപ്ലേയിൽ വ്യക്തമാണ്.